എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിൽ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ മീനച്ചിലാറിൻ്റെ സമീപത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ വിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളൊരു വിശദാംശങ്ങളാണ് ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങളെ എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വീഡിയോ എന്താണെന്നും അമ്പലം എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാം. വരൂ. കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിൽ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ മീനച്ചിലാറിൻ്റെ തെക്കേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് കിടങ്ങൂര്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ബാലബ്രഹ്മചാരി സങ്കല്പത്തിലുള്ള സുബ്രഹ്മണ്യ സ്വാമിയാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ. കൂടാതെ തൊട്ടടുത്ത് തുല്യ പ്രാധാന്യത്തോടെ മഹാവിഷ്ണുവും ഉപദേവതകളായി ഗണപതി, അയ്യപ്പൻ, ഭുവനേശ്വരി, ശ്രീകൃഷ്ണൻ, യക്ഷിയമ്മ എന്നിവരെ കുടികൊള്ളുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിലൊന്നായ ഇവിടെ 10 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനമില്ല എന്നത് ശ്രദ്ധേയമാണ്. ബ്രഹ്മചാരി ഭാവത്തിലുള്ള പ്രതിഷ്ഠയായതുകൊണ്ട് ഇങ്ങനെ വന്നത് ശ്രദ്ധേയമാണ്. ഈ ക്ഷേത്രത്തിലെ കൂത്തമ്പലവും അതിപ്രസിദ്ധമാണ്. ഈ കൂത്തമ്പലം പണിതത് ഉളിയന്നൂർ പെരുന്തച്ഛനാണെന്ന് വിശ്വസിക്കുന്നത്. തെക്കോട്ട് ദർശനം നൽകുന്ന ഈ കൂത്തമ്പലത്തിലാണ് ഭുവനേശ്വരി യക്ഷി പ്രതിഷ്ഠകളുള്ളത്. ഇവിടെയുള്ള ഒരു തൂൺ നിർമ്മിച്ചത് കുറുന്തോട്ടി മരം കൊണ്ടാണ് എന്നത് ശ്രദ്ധേയമാണ്. ഒരു ഔഷധച്ചെടിയായ കുറുന്തോട്ടി ഒരു മരമായി മാറുന്നത് അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ്, ഒരു പ്രതിഭാസമാണ്. കുംഭമാസത്തിൽ കാർത്തിക നാളിൽ കൊടികയറി 10ാം ദിവസം മീനച്ചിലാറ്റിൽ ആറാട്ടോടുകൂടി സമാപിക്കുകയാണ് ഉത്സവമാണ് ക്ഷേത്രത്തിലുള്ളത്. കൂടാതെ മകരമാസത്തിൽ തൈപ്പൂയം, തുലാമാസത്തിൽ സ്കന്ദഷഷ്ഠി എന്നിവയും വിശേഷ ദിവസങ്ങളാണ്. ഈ ക്ഷേത്രം കേരള ഊരായ്മ ദേവസ്വം ബോർഡിലാണ് ഉള്ളത്. ഈ ക്ഷേത്രത്തിലെ സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹം ഗൗണ മഹർഷി പൂജിച്ചിരുന്നു എന്നതാണ് പറയപ്പെടുന്നത്. ഇത് ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തിന് വടക്കു ഭാഗത്തോടുകൂടി ഒഴുകുന്ന മീനച്ചിലാറിൻ്റെ ഉദ്ഭവസ്ഥാനത്ത് തപസ് ചെയ്തിരുന്ന ഗൗണ മഹർഷി തൻ്റെ കമണ്ഡലുവിൽ സപ്തപുണ്യ നദികളിൽ നിന്നും തീർത്ഥജലം ശേഖരിച്ചു വച്ചിരുന്നു. ഈ കമണ്ഡലുവിലാണ് അദ്ദേഹം യാത്രക്കിടയിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹം സൂക്ഷിച്ചു വച്ചിരുന്നതും. ഒരിക്കൽ അദ്ദേഹം ഇന്ന് കുടയൂരുട്ടിമല എന്നറിയപ്പെടുന്ന സ്ഥലത്ത് തപസ്സിന് വരികയും കഠിന തപസ് ആരംഭിക്കുകയും ചെയ്തു. ശ്രീരാമഭക്തനായിരുന്ന മഹർഷി ശ്രീരാമചന്ദ്രന്റെ വരവും കാത്ത് മലയിൽ കഠിന തപസ് അനുഷ്ഠിച്ചു വരികയാണ് ഇപ്പോഴും.
എല്ലാവരും തന്നെ കിടങ്ങൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ കണ്ടു മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഇതേപോലുള്ള നല്ല നല്ല വീഡിയോ നിങ്ങൾക്ക് കിട്ടണോ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ കൊള്ളാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതെൻ്റെ ഒരു വിനീതമായൊരു അഭ്യർത്ഥനയാണ്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. എപ്പിസോഡായിട്ട് പരമാവധി സമയങ്ങളിൽ ഞാൻ യൂട്യൂബിലിടാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നിട വരെ മഹേഷ് പയ്യും എൻ്റെ ചാനലും ആർട്ട് ഓഫ് ഗോഡും തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. ഹരി ഓം.